ഇസ്ലാമിലെ സ്ത്രീകൾ തന്നെ വിഷയമായിട്ടെടുക്കാം. ഇസ്ലാമിലെ സ്ത്രീകളും ക്രിസ്ത്യാനിറ്റിയിലെ സ്ത്രീകൾ എന്നുള്ള വിഷയം മാത്രം എടുക്കാം. ബാ, ഇസ്ലാമിലെ സ്ത്രീകളോ? നിന്റെ ആയിഷ ഇവൻ ഒരിക്കൽ ഓടിയതല്ലേ ഇസ്ലാമിലെ, അല്ലെങ്കിൽ പിന്നെ വിചാരിക്കും മറ്റേ എന്റെ പാപത്തിന് മോചനം നിർബന്ധിതമായിട്ടും വിഗ്രഹാരാധന ചെയ്യുന്നു എന്നതിന് കുറച്ച് തെളിവ് ഞാൻ തരാം. ഇവരുടെ ബുഖാരിയുടെ ഹദീസിനകത്ത് 4376-77 437677 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. നറേറ്റഡ് അബു രാജ അൽ ഉത്രാദി, വി യൂസ് ടു വർഷിപ്പ് സ്റ്റോൺ, ഞങ്ങൾ കല്ലിനെ ആരാധിക്കുമായിരുന്നു. ഇതാരാ പറയുന്നത്? മുഹമ്മദിന്റെ സഹാബിയാണ് പറയുന്നത്. ഞങ്ങൾ കല്ലിനെ ആരാധിക്കുമായിരുന്നു. വെൻ വി ഫൗണ്ട് എ ബെറ്റർ സ്റ്റോൺ ദാൻ ദ ഫസ്റ്റ് വൺ, വി വുഡ് ത്രോ ദ ഫസ്റ്റ് വൺ ആൻഡ് ടേക്ക് ദ ലേറ്റർ. ഞങ്ങൾക്ക് ഒരു കല്ലിനെക്കാട്ടിലും മെച്ചപ്പെട്ട വേറൊരു കല്ല് കിട്ടുമ്പോൾ ഒന്നാമത്തെ കല്ല് ഞങ്ങൾ എടുത്ത് ദൂരെ എറിയും, എന്നിട്ട് രണ്ടാമത്തെ കല്ല് ഞങ്ങൾ വെക്കും. ബട്ട് ഇഫ് വി കുഡ് നോട്ട് ഫൈൻഡ് എ സ്റ്റോൺ ദെൻ വി വുഡ് കളക്ട് സം എർത്ത്. കല്ലിനി ഒന്നും, ഇപ്പൊ മുമ്മുവിന്റെ കൂട്ടത്തിലുള്ളവർക്ക് കല്ലൊന്നും കിട്ടാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ കുറച്ച് മണ്ണ് എടുത്തിട്ട് അവരെന്ത് കൂനയായിട്ടിടും. വി വുഡ് കളക്ട് സം എർത്ത് ഓർ എ സോയിൽ, ദെൻ ബ്രിങ് എ ഷീപ്പ് ആൻഡ് മിൽക്ക് ദാറ്റ് ഷീപ്പ് ഓവർ ഇറ്റ്. എന്നിട്ട് ആടിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ മണ്ടയ്ക്കോട്ട് പാലൊഴിക്കും. ആൻഡ് പെർഫോം തവാഫ്, എന്നിട്ട് ഞങ്ങൾ തവാഫ് ചെയ്യുമായിരുന്നു എന്നാണ് ഈ മുഹമ്മദിന്റെ അനുയായി സഹാബി പറയുന്നത്. തവാഫ് എന്ന വാക്ക് സർക്കംബേറ്റ്, അല്ലെങ്കിൽ ഈ 7 പ്രാവശ്യം ഇങ്ങനെ ചുറ്റുക എന്നുള്ളത്. ഈ സെയിം പരിപാടിയാണ് ഇവർ പിന്നത്തേതിലും കാണിച്ചത്. സയ്യൽ ബുഖാരി 5293 5293 അവിടെ മുഹമ്മദ് തന്നെ വിഗ്രഹാരാധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. Allah's messenger performed the tawaf around the Kaaba while riding his camel. ഒരു ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിട്ട് മുഹമ്മദ് തവാഫ് ചെയ്തു. ആൻഡ് എവറി ടൈം ഹി റീച്ച് ദ കോർണർ ഓഫ് ദ ബ്ലാക്ക് സ്റ്റോൺ, ആ കാബയിലെ കറുത്ത കല്ല് ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് മുഹമ്മദ് വന്നപ്പോൾ, ഹി പോയിന്റ് അറ്റ് ഇറ്റ് വിത്ത് ഹിസ് ഹാൻഡ് ആൻഡ് സെഡ്, മുഹമ്മദിന്റെ കയ്യിലുള്ള ഒരു സാധനം വെച്ച് മുഹമ്മദ് ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട്, ആ കറുത്ത കല്ലിലോട്ട് പോയിന്റ് ചെയ്തിട്ട് മുഹമ്മദ് എന്ത് ചെയ്തു? പറഞ്ഞു, ആൻഡ് സെഡ് അല്ലാഹു അക്ബർ, അള്ളാഹു ഗ്രേറ്റർ ആണ്, പലരിൽ അള്ളാഹു ഗ്രേറ്റർ ആണ് എന്ന് മുഹമ്മദ് പറഞ്ഞു. അപ്പൊ ഇതെന്താണ്? ആദ്യം ഇവര് കല്ലിന് ചുറ്റും തവാഫ് നടത്തുമായിരുന്നു, അതിനെ ആരാധിക്കുമായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ബുഖാരി 4376 പറയുന്നു. ബുഖാരി 1632 മുഹമ്മദും അത് തന്നെ ചെയ്തുവെന്ന് നമുക്ക് കാണാം. ഇനി ഇത് വെറും കല്ലാണെന്ന് ഇവർ കുറച്ച് നാളുകളായിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ, ഇത് വെറും ഒരു കല്ലാണ്, ഇതൊരു കല്ലാണ്, ഇതിന് പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ല എന്ന് ഇവർ സോഷ്യൽ മീഡിയയിൽ കുറേ നാളുകളായിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രചരണമേ ഉള്ളൂ, ഇവരുടെ പുസ്തകത്തിൽ അങ്ങനെയൊന്നും അല്ല കാണുന്നത്. ഇതെങ്ങനെയാ മനസ്സിലാകുന്നത്? ജാമിയ തിർമിദി 959 അവിടെ എന്താണ് പറയുന്നത്? ഇബ്ൻ ഉമർ വാസ് ക്ലിങ്ങിങ് ഓൺ ടു 2 കോർണേഴ്സ് ഇൻ എ മാനർ that I have not seen any of the companions of the Prophet do. ഉമർ ഈ കാബന്റെ ആ 2 കോർണേഴ്സിലും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ വേറെ ആരും ചെയ്യാത്ത രീതിയിൽ കണ്ടു. So I said, O Abu Abdurrahman, you are clinging on to 2 corners in a manner which I have not seen any of the companions of the Prophet clinging. താങ്കൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് ഞാൻ പ്രവാചകന്റെ കൂട്ടത്തിലുള്ള ഒരു അനുയായിയും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഇബിൻ ഉമറിനോട് ചോദിക്കുകയാണ്. So he said, I do it because I heard the messenger of Allah saying, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ മുഹമ്മദ് ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടു. എന്താണ്? ടച്ചിങ് ദം അട്ടോൺ ഫോർ സിൻ. ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പാപത്തിന് മോചനമുണ്ടാകും, ക്ഷമയുണ്ടാകും, അട്ടോൺമെന്റ് ഉണ്ടാകും എന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. ഇത് വിഗ്രഹാരാധനയാണോ? അള്ളാഹുവിന് പാപം മോചിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ ഈ കൂട്ടത്തിലിരിക്കുന്ന, ഈ കാബയിലിരിക്കുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കറുത്ത കല്ലിനും പാപം മോചിക്കാനുള്ള കഴിവുണ്ട് എന്ന് മുഹമ്മദ് പറഞ്ഞു. ഇത് ഇവിടെ മാത്രമല്ല, സുനൻ അന്നസായി 2919 അവിടെയും മുഹമ്മദ് ഇത് തന്നെ പറയുന്നു. ടച്ചിങ് ദം ഇറേസ് സിൻ, പാപം മായ്ച്ചു കിട്ടും.
I heard him say, whoever circumambulates 7 times, it is like freeing a slave. ഇതിനെ 7 പ്രാവശ്യം ആരെങ്കിലും തവാഫ് ചെയ്താൽ, സർക്കംബേറ്റ് ചെയ്താൽ, അവൻ ഒരു അടിമയെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഇത് വെറും ഒരു കല്ലല്ല എന്നതിന് തെളിവായി. ഇനിയും ഈ കാബയിലിരിക്കുന്ന ഈ വിഗ്രഹം, ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ഈ കറുത്ത കല്ല്, ഇതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സുനൻ ഇബിൻ മാജ 2959 ഇവരെ പഠിപ്പിക്കുന്നത്, അത് വെറും ഒരു കല്ലാണ്, അത് വെറും ഒരു കല്ലാണ്, പക്ഷെ എന്തോ അതിന് കഴിവുണ്ട്. ആ ഇതെന്താണ് എന്ന് ഇവരുടെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് ഈ ഹദീസ് വെച്ചിട്ടാണ് പറയുന്നത്. സുനൻ ഇബിൻ മാജ 2957, 2957. When he reached the black corner where the black stone is, he said, "Oh Abu Muhammad, what have you heard about this black corner?" അപ്പം ഈ കറുത്ത കല്ലിന്റെ അടുത്തേക്ക് വന്നപ്പോൾ മുഹമ്മദിനോട് ചോദിക്കുകയാണ്, ഈ കറുത്ത കല്ലിന് എന്താണ് പ്രത്യേകത? എന്താണ് ഈ കറുത്ത കല്ലിന്റെ ഈ കോർണറിന് എന്താണ് പ്രത്യേകത അബു മുഹമ്മദെ? അപ്പോ പറയുന്നതാണ്, Atta said, Abu Huraira told me that he heard the messenger of Allah say, അള്ളാഹുവിന്റെ റസൂള് ഇങ്ങനെ പറയുന്നതായി ഞങ്ങൾ കേട്ടു. എങ്ങനെയാണ്? Whoever faces it is facing the hand of the most merciful. ഇതിനെ ആര് നേരിടുന്നുവോ, ആരിതിനെ നേരെ നോക്കുന്നുവോ, അവൻ പരമകാരുണ്യന്റെ കയ്യെ നോക്കുന്നത് പോലെയാണ്. മനസ്സിലായോ? വെറും ഒരു കല്ലാണോ ഇത്? കാബയിലിരിക്കുന്ന ഈ വിഗ്രഹം, മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹം വെറും ഒരു കല്ലല്ല, ഇത് അള്ളാഹുവിന്റെ കൈയാണ്. അള്ളാഹുവിന്റെ ഫേസിങ് ദി ഹാൻഡ് ഓഫ് അള്ളാഹുടെ റൈറ്റ് ഹാൻഡ് ആണ്. കാരണം അള്ളാഹുവിന് 2 റൈറ്റ് ഹാൻഡ്സേ ഉള്ളൂ. അതിനകത്തുനിന്ന് ഒരു കൈയാണ് എന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. Whoever faces it is facing the hand of the most merciful. ഇനി ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരെന്തുവാ ചെയ്യുന്നേ? ഇവര് പറയും, അത് മുഹമ്മദിന്റെ സഹാബി ആയിരിക്കുന്ന ഉമർ പറഞ്ഞിട്ടുണ്ട്. ഉമർ എന്താ പറഞ്ഞിരിക്കുന്നേ? ഉമർ പറഞ്ഞിരിക്കുന്നത് ജാമിയ തിർമിദി 860 Ibn Abbas bin Rabia said, I saw Umar bin al-Khattab kissing the black stone and saying, ഉമർ ഈ കറുത്ത കല്ലിനെ ഉമ്മ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. I am kissing you while I know that you are just a stone. ഞാൻ ഇതിനെ ഉമ്മ വെക്കുന്നത് എനിക്കറിയാം നീ ഒരു വെറും കല്ലാണ്. And if I had not seen the messenger of Allah kissing you, I would not kiss you. ഞാൻ മുഹമ്മദ് ഇതിനെ ഉമ്മ വെക്കുന്ന, ഈ വിഗ്രഹാരാധന ചെയ്യുന്നത് കാണിക്കത്തില്ലായിരുന്നു എങ്കിൽ ഞാനും നിന്നെ ഉമ്മ വെക്കത്തില്ലായിരുന്നു. ഇത് പഠിപ്പിച്ചു കൊടുത്തത് ആരാ? മുഹമ്മദാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത്. വിഗ്രഹാരാധനയുടെ തുടക്കമിട്ടതും അതിനുവേണ്ടി കൂട്ടുനിന്നതും ഇന്നും മുസ്ലിങ്ങളെ കൊണ്ട് നിർബന്ധിതമായിട്ടും വിഗ്രഹാരാധന, ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളെ കൊണ്ടും ഈ കാബയിലേക്ക് നോക്കി അവിടെ തന്നെ അങ്ങോട്ട് തന്നെ ചെയ്യുന്ന സുജൂദ് ചെയ്തിട്ട് അതിനെ ആ കറുത്ത കല്ലിനെ പോയി ഉമ്മ വെക്കാൻ പഠിപ്പിക്കുന്നതും, വർഷത്തിൽ ഒരിക്കൽ പോയി ഹജ്ജ് ചെയ്യാൻ പഠിപ്പിക്കുന്നതും, ഹജ്ജ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഹജ്ജുൽ മുത്ത ചെയ്യാൻ പഠിപ്പിച്ചതും. എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പോയി സ്ത്രീകളുമായി ലൈംഗിക ബന്ധം ചെയ്യുക, പൈസ കൊടുത്തിട്ട് സ്ത്രീകളുമായി ലൈംഗിക ബന്ധം ചെയ്യാൻ പഠിപ്പിച്ചതും ഇതെല്ലാം മുഹമ്മദാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഈ sunna.com അല്ലെങ്കിൽ അമറീനകത്തോ പോയിട്ട് നിങ്ങൾ മുത്താന്നിട്ട് കൊടുക്കല്ല്, നിങ്ങൾ തമാത്തു എന്നിട്ട് കൊടുക്കുക. തമാത്തു, TAMATU, തമാത്തു എന്ന വാക്ക് ഖുറാനകത്ത് സൂറ 4:24 എടുത്തിരിക്കുക. പ്ലഷർ, എൻജോയ്മെന്റ്, അവരിൽ നിന്നും സുഖം പ്രാപിക്കുക, സ്ത്രീകളിൽ നിന്നും സുഖം പ്രാപിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഈ തമാത്തു എന്ന വാക്ക് നിങ്ങൾ എടുത്തു നോക്കുക. ഹജ്ജുൽ തമാത്തു, ഹജ്ജ് ചെയ്യുമ്പോൾ തമാത്തു ചെയ്യുക, ഇതെല്ലാം മുഹമ്മദ് കാണിച്ചതാണ്.
മനസ്സിലായോ? മുഹമ്മദ് ഇവരെ വിഗ്രഹാരാധന ചെയ്യാൻ പഠിപ്പിച്ചു. കറുത്ത കല്ലിനെ ഉമ്മ വെക്കാൻ പഠിപ്പിച്ചു. കറുത്ത കല്ലിന് മനുഷ്യന്റെ പാപം മോചിക്കുവാനുള്ള കഴിവുണ്ടെന്ന് പഠിപ്പിച്ചു. കറുത്ത കല്ലിനെ നോക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ കയ്യെ നോക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ചു. കറുത്ത കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പാലിനെക്കാട്ടിലും വെളുത്ത ഒരു കല്ലായിരുന്നു. അത് ആദമിന്റെ മക്കളുടെ പാപം കാരണം അത് കറുത്തുപോയി എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു. അന്ത്യനാളിൽ ഇനി ഈ കല്ലിന് എന്ത് പറ്റും? അതും കൂടെ പറയാം. ഈ ഈ ഇത് കറുത്തത് എങ്ങനെയാണെന്നുള്ളത് പറയാം. ജാമിയ തിർമിദി 877 അവിടെ ഇബ്ൻ അബ്ബാസ് നറേറ്റ് ചെയ്യുന്നതാണ്. ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് സെഡ് ദ ബ്ലാക്ക് സ്റ്റോൺ ഡിസെൻഡഡ് ഫ്രം പാരഡൈസ്. സ്വർഗത്തിൽ നിന്ന് കറുത്ത കല്ല് ഇറങ്ങി വന്നു. ഇതേ സ്വർഗത്തിൽ നിന്നൊന്നും ഇറങ്ങി വന്നതൊന്നും അല്ല, അത് വേറെ കാര്യം. നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ അവിടെ ഇവിടെയും കിടക്കുന്ന ഏതെങ്കിലും മീറ്റിയോറൈറ്റ് ഉണ്ടല്ലോ, ഏതാ ഈ ഉൽക്കകള് പൊട്ടി വീഴുമ്പോൾ മീറ്റിയോറൈറ്റ്സ് കാണും, കറുത്തതും വെളുത്തതുമായിട്ടുള്ള മീറ്റിയോറൈറ്റ്സ് അവിടെ ഇവിടെയും ഒക്കെ കാണും. അപ്പം ഇതെടുത്തോണ്ട് വന്നിട്ട് അതിനെ ആരാധിക്കുന്ന പരിപാടി ഈ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു കല്ലാണിത്, അല്ലാതെ വേറൊന്നും അല്ല. ഇതെങ്ങനെ കറുത്തു പോയെന്നുള്ള കാര്യം മുഹമ്മദ് പറയുന്നുണ്ട്. ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് സെഡ്, ജാമിയ തിർമിദി 877. നിങ്ങൾക്ക് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ. ഞാനിതൊന്നും അവിടെ എന്തുവാ സൈഡിൽ ചാറ്റിലൊന്നും ഇടുന്നില്ല. ഞാൻ ഫോൺ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൗണ്ട് പോകും, അതുകൊണ്ടാണ്. ജാമിയ തിർമിദി 877, Ibn Abbas narrated that the messenger of Allah said, the black stone descended from paradise. ജന്നത്തിൽ നിന്ന് ഇറങ്ങി വന്ന കല്ലാണ് ഇത് എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു. ആൻഡ് ഇറ്റ് വാസ് മോർ വൈറ്റ് ദാൻ മിൽക്ക്. ഇത് പാലിനെക്കാട്ടിലും വെള്ളയായിരുന്നു. ആരാ? മുഹമ്മദ് കണ്ടോ ഇത് പാലിനെക്കാട്ടിലും വെള്ളയായിരുന്നെന്ന്? മുഹമ്മദ് കണ്ടോ ഇത് എപ്പോഴാ വെള്ളയായിരുന്നു? മുഹമ്മദ് കണ്ടോ? ഇല്ല, കണ്ടില്ല. അപ്പൊ നമുക്കറിയത്തില്ല. മുഹമ്മദ് പറയാണ്, ഇറ്റ് വാസ് മോർ വൈറ്റ് ദാൻ മിൽക്ക്, ദെൻ ഇറ്റ് വാസ് ബ്ലാക്കൻഡ് ബൈ ദ സിൻസ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ആദം. ആദമിന്റെ മക്കളുടെ പാപം കാരണം ഇത് കറുത്തുപോയി. ആദമിന്റെ മക്കളുടെ അല്ല, മുസ്ലിങ്ങളുടെ പാപം കാരണം പാപമല്ല, മുസ്ലിം സ്ത്രീകൾ അവരുടെ ആർത്തവ രക്തം അതിനകത്ത് പുരട്ടുമായിരുന്നു, ഈ കല്ലിൽ പുരട്ടുമായിരുന്നു. കാരണം ഈ കുഞ്ഞുങ്ങളില്ലാതെ വരുന്ന ഈ സ്ത്രീകളുടെ, ആ സമയത്തുള്ള ഖുറൈശികളുടെ കൂട്ടത്തിലുള്ള മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ള സ്ത്രീകളുടെ വിശ്വാസം ഇതായിരുന്നു: ഈ കല്ലിൽ ഈ ആർത്തവ രക്തം പുരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഫെർട്ടിലിറ്റി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഇത് കറുത്തത്. അത് മാത്രമല്ല, നമുക്ക് അബൂ താഹിറിന്റെ വിഷയവും അറിയാമല്ലോ. അബൂ താഹിർ ഈ കറുത്ത കല്ല് എടുത്തുകൊണ്ട് പോയി എന്താ ചെയ്തെന്നുള്ള കാര്യം ഞാൻ അതിലേക്ക് ഇപ്പം പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇനി ഇതിന്റെ നമുക്കൊന്ന് മുന്നിലോട്ടൊന്ന് നോക്കാം. ഇതെങ്ങനെയാണ് കറുത്തുപോയത്? ആദമിന്റെ മക്കളുടെ പാപം കാരണം ഇത് കറുത്തുപോയി എന്നാണ് മുഹമ്മദ് പഠിപ്പിക്കുന്നത്. ഇനിയും ഈ കല്ലിന് എന്ത് സംഭവിക്കും? ഈ മുസ്ലിങ്ങൾ പോയി ഉമ്മ വെക്കുന്ന ഈ വിഗ്രഹം ഉണ്ടല്ലോ, ഈ കറുത്ത വിഗ്രഹം, ഈ വിഗ്രഹത്തിന് അന്ത്യനാളിൽ എന്ത് സംഭവിക്കും എന്നൂടെ നോക്കാം. ജാമിയ തിർമിദി 961 961. മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത് വേറെ, പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് വേറെ. ഇവരെ വേറെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും പുസ്തകത്തിനകത്തില്ല. പുസ്തകത്തിനകത്തുള്ളത് ഞാൻ വായിക്കാം. ജാമിയ തിർമിദി 961 961. ഇബ്ൻ അബ്ബാസ് നറേറ്റഡ്. ഇബ്ൻ അബ്ബാസ് ആണ് ഇത് നിവേദനം ചെയ്യുന്നത്. ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് സെഡ് അബൌട്ട് ദ ബ്ലാക്ക് സ്റ്റോൺ. കറുത്ത കല്ലിനെ പറ്റി മുഹമ്മദ് പറഞ്ഞു: ബൈ അല്ലാഹ് വിൽ റൈസ് ഇറ്റ് ഓൺ ദ ഡേ ഓഫ് റിസറക്ഷൻ. അള്ളാഹു അന്ത്യനാളിൽ ഈ കറുത്ത കല്ലിനെ ഉയർത്തിക്കും. അപ്പം അള്ളാഹുവും ഈ വിഗ്രഹത്തെ ഉയർത്തുകയാണ്, കറുത്ത കല്ലെന്ന വിഗ്രഹത്തെ. ബൈബിളിൽ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിനകത്ത് മോശയ്ക്ക് കൊടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൽപ്പനയിൽപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 27-ാമത്തെ അധ്യായം, 26-27-ാമത്തെ അധ്യായത്തിലും വളരെ നിബന്ധനയായി കൊടുക്കുന്ന ഒരു വിഷയത്തിൽ പെട്ടതാണ് ഈ കല്ലിനെ നിങ്ങൾ കാർവ് ചെയ്യരുത്, കല്ലിനെ നിങ്ങൾ ഈ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം. ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് സെഡ് അബൌട്ട് ദ ബ്ലാക്ക് സ്റ്റോൺ. ജാമിയ തിർമിദി 961. കല്ലിനെ പറ്റി മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞു: ബൈ അല്ലാഹ് വിൽ റൈസ് ഇറ്റ് ഓൺ ദ ഡേ ഓഫ് റിസറക്ഷൻ.
അന്ത്യനാളിൽ അള്ളാഹു ഇതിനെ ഉയർത്തും. വിത്ത് 2 eyes, ഇതിന് 2 കണ്ണ് കിട്ടും. ബൈ വിച്ച് ഇറ്റ് വിൽ സീ, 2 കണ്ണ് വെച്ച് ഇത് കാണും. അപ്പൊ ഇപ്പൊ ഇതിന് കാണാൻ പറ്റത്തില്ല, അന്ത്യനാളിലെ ഇതിന് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കണേ. ആൻഡ് എ ടങ് ദാറ്റ് ഇറ്റ് സ്പീക്സ്, എന്നിട്ട് ഒരു നാക്കൂടെ അള്ളാഹു ഇതിന് കൊടുക്കും, എന്നിട്ട് അത് സംസാരിക്കും പോലും. എന്താ സംസാരിക്കുന്നേ? ടെസ്റ്റിഫൈ ടു ഹൂഎവർ ടച്ച് ഇറ്റ് ഇൻ ട്രൂത്ത്, ആരൊക്കെ ഇതിനെ സത്യസന്ധമായിട്ട് തൊട്ടിട്ടുണ്ടോ അവർക്ക് വേണ്ടി സംസാരിക്കും. പക്ഷെ പ്രശ്നം അതല്ല, കണ്ണ് കിട്ടുന്നത് അന്ത്യനാളിലാണ്. അപ്പോൾ ഈ കറുത്ത കല്ലിന് എങ്ങനെ അറിയാം ആരൊക്കെ ഇതിനെ തൊട്ടിട്ടുണ്ട് സത്യസന്ധമായിട്ട്? അത് ഇസ്ലാമിനകത്ത് പിന്നെ ചോദ്യം ചോദിക്കരുത്. ഇസ്ലാമിനകത്ത് ലോജിക്ക് ഇല്ലാത്തത് കൊണ്ട് ഈ കാര്യത്തിനൊന്നും നമുക്ക് ലോജിക്ക് പറയാൻ പറ്റത്തില്ല. ഇതിനകത്തൊന്നും ഒരു അതുമില്ല, ഒരു ലോജിക്കും ഇല്ലാത്ത സംഭവമാണ്. ഇനിയും ഈ സെയിം വിഷയം തന്നെ പലയിടങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ, പല ഇടങ്ങളിൽ പറയുന്നുണ്ട്. ഇവര് ഈ കറുത്ത കല്ലിനെ സുജൂദ് ചെയ്ത് പ്രോസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവോടെ തരാം. കറുത്ത കല്ലിനെ സുജൂദ്, ഇവർ പറയുന്നത് എന്താണ്? സുജൂദ് അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നു എന്ന് പറയുന്നുണ്ട്. സുജൂദിനെ പറ്റി നിങ്ങൾ നോക്കുക. ബുലുഗ് അൽ മറാം 747 ബുലുഗ് അൽ മറാം. Ibn Abbas narrated that he used to kiss the black stone and prostrate himself on it. ഇബ്ൻ അബ്ബാസ് പറയാണ്, ഞാൻ കറുത്ത കല്ലിൻ്റെ ഉമ്മ വെക്കുമായിരുന്നു, എന്നിട്ട് ഞാൻ സുജൂദ് ചെയ്യുമായിരുന്നു അതിന്മേൽ. ഐ പ്രോസ്ട്രേറ്റ് ഹിംസെൽഫ് ഓൺ ഇറ്റ്. ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അൽ ഹാക്കിം അൽ ബയാക്കിയും. ഇത് രണ്ട് പേരും അവരിതിനെ എന്ത് ചെയ്തിരിക്കുന്നു? റെഫറൻസ് ആയി പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, ഇനിയും മിഷ്കാത്ത് അൽ മസ്ബി 2580 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു വൃത്തികേട് ഇവർ കാണിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ലാംഗ്വേജ് ഇവർ ഇത് ഇച്ചിരി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്. ഉബൈദ് ബിൻ ഉമർ സെഡ്, ഇബ്ൻ ഉമർ used to press towards the 2 corners in a manner I have not seen any of the companions of the messenger of Allah press. ഇബ്ൻ ഉമർ ഇങ്ങനെ ഈ കോർണേഴ്സിൽ ഇങ്ങനെ സ്വന്തം ശരീരത്തെ അതിലോട്ട് ഇങ്ങനെ അമക്കുമായിരുന്നു, വേറെ ആരും അമക്കുന്നത് അതുപോലെ ഞാൻ കണ്ടിട്ടില്ല. He said, if I do so, it is because I heard Allah's messenger saying that stroking them is an atonement for sin. ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ അപ്പോസ്തലനായിരിക്കുന്ന മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു, സ്ട്രോക്കിംഗ് ദം, അതിലേക്ക് ശരീരഭാഗത്തെ ഉരയ്ക്കുന്നത് മനുഷ്യന്റെ പാപത്തിന് മോചനമുണ്ടാകും. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതല്ല വിഗ്രഹാരാധന എങ്കിൽ എൻ്റെ പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങളെ കൊണ്ട് നിർബന്ധിതമായിട്ട് വിഗ്രഹാരാധന ചെയ്യിപ്പിച്ചിട്ട് ഇത് വിഗ്രഹാരാധനയല്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഔചിത്യം നിങ്ങൾ കാണുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഔചിത്യം? വിഗ്രഹാരാധന നിർബന്ധിതമായിട്ട് മുഹമ്മദ് ചെയ്യിപ്പിച്ചിട്ട് പറയാണ് അത് വിഗ്രഹാരാധനയല്ല, ഇത് വിഗ്രഹാരാധനയല്ല. എങ്ങനെ പറയാൻ പറ്റും? ഈ സാധനം മുഹമ്മദ് പഠിപ്പിച്ച ഓരോ വിഗ്രഹാരാധനയുടെ രീതികളും ഇതും ബൈബിളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ബൈബിൾ പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ വൃത്തികേടുകൾ മുഹമ്മദ് പഠിപ്പിച്ചത്. മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ്, ഐ ഹേർഡ് അല്ലാഹ്സ് മെസ്സഞ്ചർ സേയിങ് ദാറ്റ് സ്ട്രോക്കിംഗ് ദം ഈസ് ആൻ അറ്റോൺമെന്റ് ഫോർ സിൻ, പാപത്തിന് മോചനമുണ്ടാകും. ആൻഡ് ഐ ഹേർഡ് ഹിം സേ ദാറ്റ് ഇഫ് എനിവൺ ഗോസ് അറൗണ്ട് ദ ഹൗസ് ഫോർ എ വീക്ക് counts its circuit, it will be like setting free a slave. ഒരാഴ്ച ഒരാൾ ഇതിന് ചുറ്റും 7 ദിവസം, ആഴ്ച എന്ന് പറയുമ്പോൾ ഒരു 7 ദിവസം, 7 ദിവസം ഇതിന് ചുറ്റും ഒരാൾ തവാഫ് ചെയ്യുകയാണെങ്കിൽ, സർക്കിൾ ചെയ്യുകയാണെങ്കിൽ അവൻ ഒരു അടിമയെ മോചിപ്പിച്ചതിന് തുല്യമായി. പ്രവർത്തിയാലുള്ള ഒരു മനുഷ്യന്റെ രക്ഷയെ കാണിക്കുന്ന കാര്യമാണിത്. പ്രവർത്തികൾ ചെയ്യുക, എന്നിട്ട് ഈ വൃത്തികേടുകളൊക്കെ ചെയ്യുക. ഈ വൃത്തികേടുകൾ ചെയ്തു കഴിയുമ്പം ഈ വൃത്തികേടുകൾ നിങ്ങളെ പാപമോചനമുണ്ടാകുവാൻ സഹായിക്കും എന്ന് മുഹമ്മദ് പഠിപ്പിക്കുകയാണ്.
എന്നിട്ട് വേറെ ഇടത്ത് മുഹമ്മദ് ഇതും പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിൽ കയറാൻ പറ്റുകയില്ല. അള്ളാഹുവിന്റെ വ്യഭിചാരശാല എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, 72 അവിടെ അള്ളാഹുവിന്റെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അള്ളാഹുവിന് വേണ്ടി വ്യഭിചാരം ചെയ്തു കൊടുക്കുന്ന 72 ഹൂറിമാരും 80,000 രക്തം വരാത്ത ആണുങ്ങളും ആൺപിള്ളാരും ഉണ്ട്. ഈ പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിൽ കയറുവാൻ പറ്റുകയില്ല എന്നുകൂടെ മുഹമ്മദ് പറഞ്ഞു വെൽക്കുകയാ. എങ്ങനുണ്ട്? ഇതാണ് ഇസ്ലാമിന്റെ നിർബന്ധിതമായിട്ടുമുള്ള ഒരു വിഗ്രഹാരാധനയിൽപ്പെട്ട കാര്യമാണ്. ഇനിയും മുഹമ്മദും വിഗ്രഹാരാധന ചെയ്തിട്ടുണ്ട് എന്നതിന് ഇഷ്ടം പോലെ തെളിവുകൾ നമുക്കറിയാം. ഖുറാനിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ തെളിവുകൾ കിട്ടുന്നുണ്ട്. ഒരു ആയത്തിനകത്ത് തന്നെ അള്ളാഹു വഹി കൊടുക്കുന്ന മുഹമ്മദിന് പറയുന്നതാണ്, റുസിൽ നിന്ന് വിഗ്രഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു കൊടുക്കുക. മുഹമ്മദ് ആ സമയത്തും വഹി കിട്ടിയതിന് സമയത്തും മുഹമ്മദിന്റെ വീട്ടിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഐഡൽസ് ഉണ്ടായിരുന്നു എന്നതിന് ഇഷ്ടം പോലെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ അതിന് തെളിവ് കൊടുത്തരാം. മുഹമ്മദിന്റെ വീട്ടിനകത്ത് തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നും മുഹമ്മദ് ഈ വിഗ്രഹങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് ആരാധന നടത്തിയിരുന്നു എന്നതിൻ്റെയും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. എങ്ങനെ പറയാൻ പറ്റും? സുനൻ അബൂദാവൂദ് 4158 4158 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. നറേറ്റഡ് അബു ഹുറൈറ, ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് സെഡ്, ജിബ്രീൽ കെയിം ടു മീ ആൻഡ് സെഡ്, ജിബ്രീൽ എൻ്റെ വീട്ടിലേക്ക് വന്നു, എന്നിട്ട് ജിബ്രീൽ ഇങ്ങനെ പറഞ്ഞു, ഐ കെയിം ടു യു ലാസ്റ്റ് നൈറ്റ് ആൻഡ് വാസ് പ്രിവെന്റഡ് ഫ്രം എൻറ്ററിങ് സിംപ്ലി ബിക്കോസ് ദെയർ വെയർ സ്റ്റാച്യൂസ്. ഇമേജ് അല്ല, സ്റ്റാച്യൂസ്. അവിടെ അറബി വായിച്ചു കഴിഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് സ്റ്റാച്യൂവിന് വേണ്ടി അറബിയിൽ പറയുന്ന വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ജിബ്രീലിനകത്ത് കയറാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണ്? മുഹമ്മദിന്റെ വീട്ടിൽ വിഗ്രഹം ഇരിക്കുക. ഇത് വഹി കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണ്. I was prevented from entering simply because there were statues at the door. മുഹമ്മദിന്റെ വീട്ടിന്റെ വാതിൽക്കൽ സ്റ്റാച്യൂസ് ഇരിക്കുക. For there was a decorated curtain with images on it in the house. ഒരു കർട്ടൻ ഉണ്ടായിരുന്നു, ആ കർട്ടനിൽ ഇമേജസ് ഉണ്ടായിരുന്നു വീട്ടിനകത്ത്. ഓക്കെ, so order the head of the statues which is in the house to be cut off. അപ്പം ജിബ്രീൽ പറയുക, നിന്റെ വീട്ടിലിരിക്കുന്ന ഈ വിഗ്രഹങ്ങളുടെ തല എടുത്ത് മാറ്റ്. To be cut off, that it resembles the form of a tree. അതൊരു ട്രീയുടെ രൂപത്തിൽ, ഒരു മരത്തിന്റെ രൂപത്തിൽ അത് ആയിത്തീരും അപ്പോൾ തല എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ. And order the curtain to be cut up and made into 2 cushions. കർട്ടൻ എല്ലാം കീറി മുറിച്ചിട്ട് 2 കുഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഈ കർട്ടൻ കീറി മാറ്റുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. കാരണം കട്ടനിട്ട് വീട്ടിനകത്ത് കട്ടനിട്ടിട്ട് അകത്ത് തുണി മാറിക്കൊണ്ടിരുന്ന സൈനബിനെ പോലും വിവസ്ത്രയായി അള്ളാഹുവിന് കാണിക്കാൻ പറ്റും. അള്ളാഹു കാറ്റടിപ്പിച്ചിട്ട് വേണമെങ്കിൽ അകത്തിരിക്കുന്ന സ്ത്രീകളെ പോലും വിവസ്ത്രയായി അള്ളാഹുവിന് കാണിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഈ ജിബ്രീലിനെ കൊണ്ട് ഈ കട്ടൻ കീറി മുറിച്ചിട്ട് ഈ കുഷനാക്കേണ്ടിയ പരിപാടി എന്തിനാണെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. പറയുന്നത് ഇങ്ങനെയാണ്, ഓർഡർ ദ കർട്ടൻ ടു ബി കട്ട് അപ്പ് ആൻഡ് മെയ്ഡ് ഇൻ ടു 2 cushions spread out on which people may tread and order the dog to be turned. അവിടെ ഇരുന്ന പട്ടിയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ. പട്ടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ജിബ്രീലിന് വീട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് പട്ടിയെയും പറഞ്ഞു വിടാൻ പറയുക. ഇനി ഇതൊന്നും അല്ല ഇവിടുത്തെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം, നിങ്ങൾക്കറിയാം, കാബയ്ക്കകത്ത് ഇഷ്ടം പോലെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ വിഗ്രഹങ്ങൾ കാബയ്ക്കകത്ത് ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ മുഹമ്മദ് ഈ കാബയിലുള്ള വിഗ്രഹങ്ങളെ പിന്നത്തേതിൽ കാബ പിടിച്ചടക്കിയതിന് ശേഷം മുഹമ്മദ് കാബയിലുള്ള വിഗ്രഹങ്ങളെ എല്ലാം എടുത്തു മാറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, എടുത്തു മാറ്റാൻ പറയുന്ന. ഓക്കെ, പക്ഷേ 2 ഇമേജസ് മാത്രം മുഹമ്മദ് എടുത്തു മാറ്റാൻ പറയുന്നില്ല. മുഹമ്മദ് 2 ഇമേജസ്, ആരുടെ ഇമേജസ് ആണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
2 ഇമേജസ് മുഹമ്മദ് എടുത്തു മാറ്റാൻ, കാബയ്ക്കകത്തൂന്ന് 2 ഇമേജസ് എടുത്തു മാറ്റാൻ അനുവാദം കൊടുക്കുന്നില്ല മുഹമ്മദ്. ആരുടെ ഇമേജസ് ആണ്? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരുടെ ഇമേജസ് ആണ് മുഹമ്മദ് എടുത്തു മാറ്റാതിരിക്കാൻ വേണ്ടി പറയുന്നത്? ഇവരുടെ ഒരു പുസ്തകമാണ് മെക്ക ബുക്സ് ഓഫ് അൽ അസ്റാഖി എന്ന് പറയുന്ന പുസ്തകം. ഇത് പ്രീ ഇസ്ലാമിക് എറയെ പറ്റിയും പിന്നെ അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് കാബയെ പിടിച്ചടക്കിയതിന് ശേഷവുമായിട്ടുള്ള കാര്യത്തിൽ വരുന്നതാണ്. അത് ഞാൻ വായിക്കാം. മക്ക ബുക്ക് ഓഫ് അൽ അസ്റാഖി, പേജ് നമ്പർ 1/169. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: What was stated in the mention of the construction of the Kaaba by Quraysh in the pre-Islamic era. Muhammad bin Yahya told me on the authority of the trust, in his opinion, on the authority of Ibn Ishaq, on the authority of Hakim bin Abad bin Hanif, and other people from the people of it, was known that the Quraysh had pictures in the Kaaba. ഖുറേഷികൾക്ക് കാബയ്ക്കകത്ത് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, ഇമേജസ് ഉണ്ടായിരുന്നു. ഇമേജസ്, ഏക് ബ്രദറാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞത്. കാബയ്ക്കകത്ത് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇൻ വിച്ച് വേർ ജീസസ് ദ സൺ ഓഫ് മേരി ആൻഡ് മേരി പീസ് ബി അപ്പോൺ ദം ബോത്ത് വാസ് ദെയർ. അപ്പം അവിടെ ആ സമയത്തുണ്ടായിരുന്ന ഖുറേഷികളുടെ കാബയ്ക്കകത്ത് ഈ ഇമേജസും വെട്ടിച്ചുണ്ട്. യേശുവിൻ്റെയും യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെയും ഇമേജസ് അതിനകത്ത് വെച്ചിട്ടുണ്ട്, കാബയ്ക്കകത്ത് തന്നെ. ഇത് ഞാൻ പറയുന്നതല്ല, ഇതിൻ്റെ റെഫറൻസ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. മെക്ക ബുക്ക് ഓഫ് അൽ അസ്റാഖി, പേജ് നമ്പർ 169 ഇത് പറയുന്നത്. ഇബൻ ഷിഹാബ് ഇങ്ങനെ പറഞ്ഞു: അസ്മ ബിൻ ഷക്കാർ സെഡ്, എ വുമൻ ഫ്രം ഗസാൻ പെർഫോംഡ് ഹജ്ജ്. ഗസാനിലുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഹജ്ജ് ചെയ്തു. ആസ് ദി അറബ്സ് ഡിഡ്, അറബികൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ സ്ത്രീ വന്നിട്ട് പുള്ളിക്കാരത്തി ഹജ്ജ് ചെയ്തു. A woman from Ghassan performed Hajj as the Arabs did, and when she saw a picture of Mary in the Kaaba, കാബയ്ക്കകത്ത് മേരിയുടെ പിക്ചർ കണ്ടപ്പോൾ, she said, may my father and mother be sacrificed, for you are an Arab. നിങ്ങൾ ഒരു അറബ്സ് തന്നെയാണ്. So the messenger of Allah commanded that they erase those pictures except for what was Jesus and Mary. മുഹമ്മദ് എന്ത് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഇമേജസ്, പിക്ചേഴ്സ് എല്ലാം എടുത്തു മാറ്റ്, പക്ഷേ 2 ഇമേജസ് മാത്രം അവിടെ വെക്കണം, കാബയ്ക്കകത്ത് വെക്കണം. ജീസസ് ആൻഡ് മേരിയുടെ പിക്ചേഴ്സ് അത് കാബയ്ക്കകത്ത് തന്നെ വെക്കണം. എങ്ങനുണ്ട്? ഇസ്ലാമിനകത്ത് ഇവര് ഇമേജസ് വെക്കത്തില്ല, ഇമേജസിനെ ആരാധിക്കത്തില്ല, ഇമേജസിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല എന്നിവർ പറയുമ്പോൾ തന്നെ ഇവർ ഈ പരിപാടികളെല്ലാം ചെയ്തു എന്ന് ഇവരുടെ തെളിവുകളായി നമുക്ക് ഇവരുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിലും മുഹമ്മദ് ബാക്കി എല്ലാ ഇമേജസിനെയും മാറ്റിയിട്ട് ഈ ഇമേജസ് അവിടെ വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഈ കേറി വന്ന ജിബ്രീലിന് പട്ടികളെ പേടിയായിരുന്നു എന്നതിൻ്റെ തെളിവ് നമുക്കറിയാം. സുനൻ അന്നസായി 4283 4283 നമുക്കറിയാം, കേറി വന്ന ഈ ജിബ്രീലിന് പട്ടികളെ പേടിയായിരുന്നു. അങ്ങനെ ഒരു പേടിത്തൊണ്ടനായ ഒരു ജിബ്രീലിനെയും പറഞ്ഞു വിട്ടിട്ടാണ് അള്ളാഹു ഈ പരിപാടികളെല്ലാം നടത്തിയത് എന്നതിന് നമുക്ക് കിട്ടുന്ന തെളിവുകളാണ്. അപ്പം വിഗ്രഹാരാധന ചെയ്യത്തില്ല എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ നിർബന്ധിതമായിട്ടും അള്ളാഹു ഇവരെ കൊണ്ട് കാബയിലിരിക്കുന്ന ഹജറുൽ അസ്വദ് വെച്ചിട്ട് എന്ത് ചെയ്യിപ്പിക്കുകയാണ്? പിന്നെയും ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ കൈയാണ്, അത് അള്ളാഹുവിൻ്റെ കയ്യെ ഉമ്മ വെക്കുന്നതിന് തുല്യമാണ്, അതിന് പാപം വലിച്ചെടുക്കുവാനുള്ള കഴിവുണ്ട്. ഇതെല്ലാം നമ്മൾ ഇവരുടെ പുസ്തകങ്ങൾ വെച്ചിട്ട് തെളിയിച്ചു കഴിഞ്ഞു. ഇനിയും ഏതെങ്കിലും മുസ്ലിമിന് കയറി വരാൻ കഴിയുമെങ്കിൽ കയറി വരിക.